ശരത് സാർ, ചേച്ചി, യെസ്, വീണ്ടും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. പാട്ട് തീർന്നപ്പോ വിചാരിച്ച അങ്ങ് പോവാന്നല്ലേ? ഇല്ല, എന്തായിരുന്നു ഒരു ബൈ പറച്ചില്? വേറെ ലെവൽ ബിൽഡപ്പ് ആയിരുന്നല്ലോ. ഇല്ല, സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അമൃത ടിവിയുടെ തന്നെ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞ ഷോയുടെ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. ഒരു കിഡ്ലൻ സ്റ്റേജ് പെർഫോമർ ആണ്. നല്ല അടിപൊളി വോയിസ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് വിളിക്കാം രാജേഷ് അടിവാലി. ഹലോ രാജേഷ്. നമസ്കാരം. രാജേഷ്, സുഖമാണോ രാജേഷ്? സുഖം സാറേ. ഹായ് രാജേഷ്. ഹായ്. ഹായ് രാജേഷ്. ഓക്കെ, രാജേഷ് ചേട്ടാ, ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. ടൈറ്റിൽ വിന്നറിന് കൺഗ്രാറ്റ്സ്. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് അമൃതയിലാണ്. ഓ റിയലി? അമൃതയിലാണ് എന്റെ ഫസ്റ്റ് പെർഫോം ചെയ്യണത്. ഒത്തിരി വർഷം മുമ്പ്, ഒരു 10-40 വർഷം മുമ്പ്. അല്ല, എന്റെ പ്രായമല്ലേ പറഞ്ഞു. ഓക്കെ, അമൃതയിലാണ് തുടങ്ങിയെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഫുൾ ഷോസ് ആയിട്ട് തിരക്കാണ്. പുറത്തൊക്കെ ട്രാവൽ ചെയ്തൊക്കെ തിരക്കാണല്ലേ രാജേട്ടാ? കുഴപ്പമില്ല, അങ്ങനെ പരിപാടിയായിട്ട് പോണ കുഴപ്പമില്ല. കുറച്ച് രാജ്യങ്ങൾ പോകാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ. എവിടെയൊക്കെ പോയി? ഓസ്ട്രേലിയ, ആഫ്രിക്ക, അയർലൻഡ്, UK, പിന്നെ അമേരിക്ക, പിന്നെന്താ ഗൾഫ് രാജ്യം, അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും പോയി. കുറച്ച് രാജ്യങ്ങളിൽ പോകാൻ പറ്റി. പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീട്. ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് തന്നെ ഒരു വീട് വെക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഈ 6 വർഷമായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് സിംഗേഴ്സിന്റെ വോയിസ്, നമ്മൾ ജയചന്ദ്ര സാറിന്റെ വോയിസ് നമ്മൾ എല്ലാവരും വിട്ടുപിരിഞ്ഞേക്കാം. ജയചന്ദ്ര സാറിന്റെ വോയിസ്, പ്ലേ ബാക്ക് സിംഗേഴ്സിന്റെ വോയിസ് അനുകരിക്കലാണ് എന്റെ. ഇപ്പൊ സാറിന്റെ വോയിസ്, സാറൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാ, ശബ്ദം പാടാൻ തന്നെ പേടിയാ. കാരണം ഞാൻ വേറൊന്നും പറയില്ല, ഞാൻ ബേസിക്കലി സംഗീതം പഠിച്ചിട്ടില്ല. നന്നായിട്ട് പാടും. അപ്പൊ ഞാൻ പി ജയചന്ദ്ര സാറിന്റെ ഒരു പാട്ട്, തിളക്കാന്ന് വെച്ചിട്ടില്ല നീ ഒരു പുഴയെന്നുള്ള ആളുടെ വോയിസ് ഒന്ന് അനുകരിച്ച്. ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും നിൻ മൃദുവിരലിൽ സ്പർശം കൊണ്ടൻ പൂമരമടിമുടി കളിരണിയും ശാരദയാമിനി നീയാകുമ്പോൾ യാമക്കിളിയായി പാടും ഞാൻ. ഋതുവിൻ ഹൃദയം നീയായി മാറും, പ്രേമസ്പന്ദനമാകും ഞാൻ. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. അടുത്ത മിഴി രണ്ടിലൊന്ന് ചിത്രത്തിൽ അദ്ദേഹം ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ആലിലെ താലി എന്നുള്ള ആ ഒരു വോയിസ്. ഓക്കെ, താലിയുമായി വരുന്നേ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായി അരികേ പാടത്തായി മുകിലകല മറയിൽ മുറിയാമത്തി അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകല മറയിൽ മുറിയാമത്തി അനുരാഗമലിയും ഒരു മാംഗല്യം രാവിൽ ആലില താലിയുമായി വരുന്നേ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായി അരികേ. സൂപ്പർ. അടുത്ത് നമ്മുടെ മധു ബാലകൃഷ്ണൻ ചേട്ടന്റെ വോയിസ്. ഞാൻ ചോദിക്കാൻ വരുന്നു, ജയചന്ദ്രൻ സാറിന് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ട്. 10-36 സിംഗേഴ്സിന്റെ വോയിസ് പാടും. അടുത്ത് മധുചേട്ടന്റെ ഇപ്പൊ ന്യൂജനുള്ള ആളുകളുടെ വോയിസ്. മധുചേട്ടൻ കഴിഞ്ഞിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കും
ഓക്കെ അപ്പൊ നമ്മുടെ മധുബാലകൃഷ്ണൻ ചേട്ടന്റെ വോയിസ്. ഓക്കെ. ഇങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, ഇങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ, നീ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ, മോഹം കൈനീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കന്നിത്തിരി തെളിക്കാന, നെഞ്ചോരം താളം തേടിയോ, ഇന്നു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ, നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ, മോഹം കൈനീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കന്നിത്തിരി തെളിക്കാനാ, നെഞ്ചോരം താളം തേടിയോ. താങ്ക് യു. ഇനി ഷാനിക്കാടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു. എനിക്കിപ്പം ഇപ്പൊ നമ്മളിപ്പോ ജയേന്ദ്രൻ സാറിന്റെ നമ്മൾ കേട്ടു, മധുചേട്ടത് കേട്ടു. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട് ഇപ്പം ഒരുപാട് പ്ലേ ബാക്ക് സിംഗേഴ്സിന്റെ വോയിസ് എടുക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്റെ ഫ്രണ്ട് വിനീതിന്റെ വിനീതന്റെ ഈ പാടിയ സിംഗേഴ്സിനൊക്കെ ഞാൻ അടുത്ത് പാടിയുണ്ട് അവരുടെ വോയിസില്, അവരടുത്ത് വെച്ചിട്ട് അവരുടെ വോയിസിൽ പാടിയുണ്ട്. വിനീതേട്ടൻ പാടിയുണ്ട്. അല്ല, മതിച്ചേട്ടൻ എന്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഇൻസ്റ്റയില്. അത് ബ്ലോക്ക് ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ വിനീത് ശ്രീനിവാസന്റെ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖമാടിയതെന്നിങ്ങനെ ഇങ്ങനെ, ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖമാടിയതെന്നിങ്ങനെ ഇങ്ങനെ. ഈ സാറിന്റെ ഒരു റിക്വസ്റ്റ്. എന്റേത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ജി വേണുഗോപാൽ. വേണിച്ചേണ്ട കണ്ണെഴുതി മഴകിൽ വന്നവളെ, ചുംബന മലരുമായി കനവിൽ വന്നവളെ, നിൻമൊഴിയോ കുളിരലയോ സ്നേഹവസന്തമാർന്ന നിൻ പുനിലമോ എന്നിലിന്നൊരാർദ്രഗാനമാ, വേലിക്കണ്ണെഴുതി അഴകിൽ നിന്നവളെ, ചുംബന മലരുമായി കനവിൽ വന്നവളെ. ശരസാറിന് ഇഷ്ടമുള്ള ഒരു ഗായകനോടെ ഉണ്ട്, ബിജു നാരായണൻ ചേട്ടൻ. ബിജു ബീച്ചന്റെ പഴയ വോയിസ് ആണ്. മഴവിൽ കൊടിലിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നൂഞ്ഞാലാടാൻ വാ, മഴവിൽ കൊടിലിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നൂഞ്ഞാലാടാൻ വാ, എൻ മാറിൽ നീ ഏതോ സംഗീതം മുത്തം പെയ്യാൻ വാ,
കഥ ചൊല്ലാൻ വാ മധുമന്ദാരം ഇനി നീയല്ലോ മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. ഓ സൂപ്പർ ഇതാണാ പാടാനറിയില്ല എന്ന് പറഞ്ഞത്. അല്ല ബേസിക്കലി പഠിച്ചിട്ടില്ല, ഉള്ളത് വെച്ച് നൈസ് നൈസ്. നൈസ്. താങ്ക് യു രാജേട്ടാ, താങ്ക് യു സോ മച്ച്.